ഓം ശാന്തി. ഞാൻ ഒരു നിരാകാരി ജ്യോതിർമയി ആത്മാവാകുന്നു. നിരാകാരി ജ്യോതിർമയി പരമാത്മാ ശിവബാബ, ഞാൻ ആത്മാവിൻ്റെ പാരലൗകിക പിതാവാണ്. ഞാൻ ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയാണ്. ശിവബാബ പരമധാമത്തിൽ നിന്നും എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ബാബ വരദാനം തന്നിരിക്കുന്നു, മാസ്റ്റർ നോളജ്ഫുൾ ഭവ. പരിധിയില്ലാത്ത ബാബ പതിത പാവനനാണ്, ഗോഡ് ഫാദറാണ്, ഓഷ്യൻ ഓഫ് നോളജ് ആണ്. നിരാകാരി പരമാത്മാ ഈ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനാണ്. സത്ത് ചിത്ത ആനന്ദ സ്വരൂപമാണ്. മോസ്റ്റ് ബിലവഡ് ബാബ വന്ന് എനിക്ക് സുഖശാന്തി നൽകുന്നു. ഞാനിപ്പോൾ ശൂദ്രകുലത്തിൽ നിന്നും ഇറങ്ങി ബ്രാഹ്മണ കുലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശിവബാബ ബ്രഹ്മമുഖത്തിലൂടെ എന്നെ ദത്തെടുത്തിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ അപാര സന്തോഷത്തിൽ കഴിയുന്നു. പരമധാമത്തിലിരിക്കുന്ന നിരാകാരി ശിവബാബ എൻ്റെ പിതാവാണ്, ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. ഞാൻ പരമാത്മാവിൻ്റെ കുട്ടിയുമാണ്, സ്റ്റുഡൻറ്റുമാണ്. ശിവബാബ ഇപ്പോൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ സ്മൃതിയിൽ ഞാൻ പരമാനന്ദത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. മധുരമായ ബാബ, അങ്ങ് കൽപ്പം കൽപ്പം സംഗമയുഗത്തിൽ വന്ന് പതിതമായ എന്നെ പാവനമാക്കുന്നു, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അമരലോകത്തിൻ്റെ അധികാരിയാക്കുന്നു. 21 ജന്മങ്ങളുടെ രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കുന്നു. ഈ സ്മൃതിയിൽ പരമസുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. നിരാകാരനായ ശിവബാബ എൻ്റെ പിതാവാണ്. ബ്രഹ്മബാബ അമ്മയാണ്. ഈ ഗുഹ്യവും ഗുപ്തവുമായ രഹസ്യം ബ്രാഹ്മണ കുലത്തിലെ കുട്ടികൾ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ ബാബയുടേതായി മാറിയിരിക്കുന്നു. ശിവബാബ ബ്രഹ്മാവിലൂടെ എന്നെ തൻ്റെ സ്വന്തമാക്കി. ബ്രഹ്മാവാകുന്ന അമ്മയിലൂടെ ശിവബാബ എന്നെ ദത്തെടുത്തു. ഈ സമയം ബാബ എന്നെ മടിത്തട്ടിലേക്ക് എടുത്തിരിക്കുകയാണ്, അതായത് ദത്തെടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ ശൂദ്രകുലത്തിൽ നിന്നും ബ്രാഹ്മണ കുലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ സ്വയം തന്നിൽ ധാരണ ചെയ്യുന്നു, മറ്റുള്ളവരിൽ ധാരണ ചെയ്യിക്കുന്നു. അതിനായി അതിരാവിലെ എഴുന്നേറ്റ്
ബാബയെ ഓർമ്മിക്കുന്നു. മനസ്സിലാക്കിയതിന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അഭ്യാസം ചെയ്യുന്നു. ലൗകിക സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയോഗം വിട്ട് ഒരു പാരലൗകിക ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ബാബ തന്നിരിക്കുന്ന ജ്ഞാനത്തെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെ ഏകമതത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കുന്ന ദൃഷ്ടാന്ത സ്വരൂപമാകുന്നു. ഒരേപോലെയുള്ള മുത്തുകൾ ഏകരസസ്ഥിതിയിൽ ഒരാളുടെ മതത്തിൽ സംസാരിക്കുന്നവർ അവർ മാലയിൽ കോർക്കപ്പെടും. ഉൾക്കൊള്ളാനുള്ള ശക്തി ഏകമതത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കുന്നു. ഭിന്നതയുണ്ടാവുകയാണെങ്കിൽ ആ ഭിന്നതയെ ഉൾക്കൊള്ളൂ. അപ്പോൾ പരസ്പരം ഏകതയുടെ സമീപം വരുന്നു, ദൃഷ്ടാന്തരാകുന്നു. സങ്കല്പം, വാക്ക്, കർമ്മത്തിൽ ആത്മീയതയെ ധാരണ ചെയ്യൂ. അപ്പോൾ സേവനത്തിൽ തിളക്കം വരും. ഓം ശാന്തി.